അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ആയത്തുകളിൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ അനർത്ഥങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ബഹുദൈവങ്ങൾ ഉണ്ടാവുക, ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടാവുക എന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് എന്ന് മാത്രമല്ല പ്രയോഗതലത്തിൽ അസാധ്യവുമാണ് എന്നാണ് ഇന്ന് പഠിക്കുന്ന 42, 43 ആയത്തുകളിൽ പറയുന്നത്. ബഹുദൈവാരാധനയെ ശക്തമായി ആക്ഷേപിക്കുകയും അള്ളാഹുവിൻ്റെ ഏകത്വം ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഈ ആയത്തുകളിൽ. ഖുൽ, നബിയെ അവരോട് താങ്കൾ പറയുക, ബഹുദൈവ വിശ്വാസികളോട് നബിയെ താങ്കൾ പറയുക, ലൗ കാന മഅഹു ആലിഹത്തുൻ, അവൻ്റെ കൂടെ മറ്റ് ദൈവങ്ങളുണ്ടാവുകയാണെങ്കിൽ. ലൗ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്നാണ്. അവരുടെ വാദം ഒരിക്കലും ശരിയല്ല. ഇനി അവർ വാദിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അത് എത്രമാത്രം അപ്രായോഗികമായിരിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ലൗകാന മഅഹു ആലിഹത്തുൻ, അവൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുകൾ, ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ദൈവങ്ങൾ ഉണ്ടെങ്കിൽ, കമാ യഖൂലൂന, അവർ വാദിക്കുന്നത് പോലെ അവൻ്റെ കൂടെ മറ്റു ദൈവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബഹുദൈവാരാധകരോട് പറയുക, നിങ്ങൾ വാദിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ദൈവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ. അവർ വാദിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി യാഥാർത്ഥ്യമല്ല, അവരുടെ വാദം മാത്രമാണ്. അങ്ങനെ അവർ വാദിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. കാരണം അങ്ങനെ കുറേ ദൈവങ്ങൾ ഉണ്ടായാൽ ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല. ഇദൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ലൗ, ആണെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയാണ്, അപ്പോൾ എന്നർത്ഥം. ഇദല്ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അപ്പോൾ അവർ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ്റെ സ്ഥാനത്തെത്താൻ വഴി അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇതൻ, അപ്പോൾ, ലബ്തഗൗ, അവർ അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇലാ ദിൽ അർഷി, അർഷിൻ്റെ ഉടമസ്ഥനിലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ദൈവത്തിലേക്ക്, സബീല, വഴി. മക്കയിലെ ബഹുദൈവ വിശ്വാസികളടക്കം മിക്ക ബഹുദൈവാരാധകരും അവർ ആരാധിക്കുന്ന ദൈവങ്ങൾ വലിയ ദൈവത്തിൻ്റെ മക്കളോ അല്ലെങ്കിൽ അവൻ സൃഷ്ടിച്ച ഉപദൈവങ്ങളോ ആണെന്നാണ് സങ്കല്പിക്കുന്നത്. ഈ ഉപദൈവങ്ങൾ ബഹുദൈവ വിശ്വാസികളായ ജനങ്ങളെ വലിയ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള മധ്യസ്ഥരായ ഉപദൈവങ്ങളാണ് എന്നാണ് അവരുടെ വിശ്വാസ സങ്കല്പം. ഈ സങ്കല്പം അപ്രായോഗികവും അസാധ്യവുമായതാണെന്നാണ് ഇതിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിടെ പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ക്രമേണ ഓരോ ദൈവവും അത്യുന്നതനായ വലിയ ദൈവത്തിൻ്റെ സ്ഥാനത്തെത്താൻ വഴി തേടുക തന്നെ ചെയ്യും. ഒന്നുകിൽ വലിയ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ കുട്ടി ദൈവങ്ങൾ മത്സരിക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ വലിയ ദൈവത്തെ അട്ടിമറിച്ച് ആ സ്ഥാനത്തെത്തിപ്പെടാൻ കുട്ടി ദൈവങ്ങൾ വഴി തേടും. എന്നാൽ ഏകനായ ദൈവം പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെ ചലനങ്ങളും സൂക്ഷ്മമായി നിയന്ത്രിച്ചു പോരുകയാണ് ചെയ്യുന്നത്. എല്ലാ സംഗതികളും ഒരൊറ്റ റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് അതൊക്കെ വളരെ കൃത്യമായി നടക്കുന്നത്. ആ റബ്ബ് ഇവർ സങ്കല്പിക്കുന്ന പോലെ പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ളവനോ തന്നെ കൊണ്ടാവാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് അധികാരങ്ങൾ വീതിച്ചു നൽകുന്നവനോ അല്ല. സുബ്ഹാനഹു, അവൻ എത്രയോ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഒരു കുറവും ഇല്ലാത്തവനും എല്ലാറ്റിനും സാധിക്കുന്നവനുമാണ്. ഒരു സംഗതി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് ഒരാൾ പറയുന്നത് അയാൾക്ക് അത് ചെയ്യാനുള്ള കഴിവ് കുറവ് ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ. എന്നാൽ അള്ളാഹുവിന് ഒരു കുറവും ന്യൂനതയും ഇല്ലാത്തവനാണ് എന്നാണ് സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥമാണ് സുബ്ഹാനല്ലാ എന്ന് നമ്മൾ നമസ്കാരശേഷവും മറ്റെല്ലാ സന്ദർഭങ്ങളിലും പറയുമ്പോൾ മനസ്സിലോർക്കേണ്ടത്. വതആല, ഉന്നതനുമാണ് അവൻ, അമ്മാ യഖൂലൂന, അവർ പറയുന്നതിനേക്കാൾ. സർവശക്തനായ റബ്ബിന് സഹായികൾ വേണമെന്ന രീതിയിൽ ബഹുദൈവ വിശ്വാസികൾ സങ്കല്പിക്കുന്ന വിശ്വാസ സങ്കല്പത്തിൽ അവർ അള്ളാഹുവിന് കൽപ്പിക്കുന്നതല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം. മറിച്ച് അവൻ എത്രയോ ഉന്നതനാണ്. ഉലൂവൻ കബീറ, ഏറ്റവും വലിയ ഉന്നതിയിലുള്ള. സുബ്ഹാനഹു, അവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്. വതആല അമ്മാ യഖൂലൂന ഉലൂവൻ കബീറ, അവർ പറഞ്ഞു നടക്കുന്നതിനപ്പുറം അവൻ ഉന്നതനാണ്, ഏറ്റവും വലിയ ഉന്നതിയിലുള്ള. ഒരു ന്യൂനതയുമില്ലാത്ത ഏറ്റവും ഉന്നതിയിലുള്ള സർവശക്തനായ നാഥ, സ്വർഗത്തിൽ നിന്റെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിക്കുന്ന
സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.